എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റ്. വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് അടുത്തതായിട്ട് 2 പൊട്ടറ്റോ നമ്മളാണെങ്കിൽ കുക്കറിൽ അടിച്ചതാണ്, അതാണെങ്കിൽ മുഴുവനായിട്ട് അടിച്ചാൽ മതി. ഇത് മാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു സവാള, കറിവേപ്പില, ഇതെല്ലാം നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞതായിരിക്കണം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് വേവിച്ച ചിക്കനാണിത്. അതുപോലെ തന്നെ നമ്മൾ പൊട്ടറ്റോ ഇവിടെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് കൂടെ ജസ്റ്റ് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇടുകയാണ്. കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഇനി ഇത് വഴണ്ടുന്നത് വരെ വെയിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സവാള എല്ലാം ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ശകലം ഗരം മസാല ഇട്ട് കൊടുക്കണം. ശകലം പെപ്പർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണം ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അത് കഴിഞ്ഞതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കനും സവാള എല്ലാം കൂടെ നന്നായി മിക്സ് ആവണം. അത് മിക്സ് ആയി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോയും ചിക്കനും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു എഗ്ഗ് എടുത്ത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്. അതിൻ്റെ കൂടെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മിക്സ് എല്ലാം നമ്മൾ കട്ട്ലറ്റ് ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാണെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തതിനകത്ത് മുക്കി ബ്രെഡ് ക്രംസിലൂടെ മുക്കി നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നമ്മൾ റസ്ക് പൊടിച്ചത് ചേർത്താലും മതിയാവും. പാൻ എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കട്ട്ലറ്റ് മുങ്ങിക്കിടക്കാൻ പരുവത്തിന് എണ്ണ ഒഴിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, കാരണം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം. നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ.